എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ മൈഗയെ കാണിക്കുന്നു. ആ ഒരു എക്യുപ്മെന്റ്സ് എല്ലാം ചേർന്ന് ഇപ്പൊ ഒരു വീട് പോലെ നമ്മുടെ മൈഗയെ ലോക്ക് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. അത് കണ്ട് മൈഗൈ, ഓ എന്നെ നീ കുറച്ചിലായിട്ട് വിചാരിച്ചോ, നിനക്കറിയില്ല എന്റെ ശക്തി എന്ന് പറഞ്ഞ് അവൻ കൈ ചുരുട്ടി ഇപ്പൊ ആ ഭിത്തിക്കെട്ട് ഒരൊറ്റ ഇട്ടിട്ടിക്കും. അവന്റെ കൈ ഒടിഞ്ഞു പാളീസായി നമ്മുടെ മൈഗൈ ആവട്ടെ 1 മിനിറ്റ് ഇരുന്നു പോവും. അപ്പോഴായിരിക്കും അവന് മനസ്സിലാവുക ഇതിലൂടെ മുഴുവൻ ഇപ്പൊ ചക്ര പവർ സർക്കുലേറ്റ് ആവുന്നുണ്ട്. സോ അതേ സമയത്ത് ആ ഒരു പുതിയ പയ്യൻ ആ ഒരു വീടിന്റെ തൊട്ടടുത്തായിട്ട് വരും. മൈഗൈ അവൻ അടുത്തുണ്ടെന്നുള്ള സന്തോഷത്തില്, മുത്തുമണി ഞാനിതിൽ പെട്ടുപോയി, എന്നെ എങ്ങനെയെങ്കിലും പുറത്തിറക്കാൻ പറയും. അതിനവൻ പുച്ഛിച്ചു പറയും, ഞാൻ നിന്റെ മുത്തുമണിയൊന്നും അല്ല, ഞാൻ നിന്നെ വകവരുത്താൻ വന്ന ഒരു ബ്രഹ്മാണ്ഡ വില്ലനാണ്. നിന്നെ തകർക്കാൻ ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ എൻ്റെ 2 ബ്രദേഴ്സും ഉണ്ടെന്ന് പറഞ്ഞ് അവൻ 2 പേരെ കൂടെ ഇപ്പൊ അവിടേക്ക് വിളിച്ചു വരുത്തും. പക്ഷെ അപ്പോഴാണ് ഒരു ട്വിസ്റ്റ്. ശരിക്കും ഇവർ മൈഗയെ ഫോളോ ചെയ്യുന്നത് മറ്റൊന്നും കൊണ്ടല്ല. വർഷങ്ങൾക്ക് മുൻപ് ഇവരുടെ 3 പേരുടെയും പപ്പയെ നമ്മുടെ മൈഗൈ ആവട്ടെ അടിച്ചു തോൽപ്പിച്ചിരുന്നു. മരണക്കിടക്കയിൽ കിടന്നുപോലും നമ്മുടെ മൈഗയുടെ പേരാണ് ഇവരുടെ പപ്പ പറഞ്ഞത്. അവരുടെ പപ്പയുടെ ആത്മാവിന് ശാന്തി കിട്ടാൻ നമ്മുടെ മൈഗയെ തല്ലിക്കൊല്ലാനാണ് ഇവർ 3 പേരും ഇപ്പൊ സംഘം ചേർന്ന് അവനെ ലോക്ക് ചെയ്തിരിക്കുന്നത്. അത് കേട്ട് മൈഗൈ ഞെട്ടും. കാരണം അവരുടെ അച്ഛനുമായിട്ടുള്ള ആ ഒരു ഫൈറ്റ് അവൻ ഒരിക്കലും മറക്കാൻ കഴിയില്ല. മൈഗയുടെ കരിയറിൽ വെച്ച് അവൻ നടത്തിയ ഏറ്റവും വലിയ ദ ബെസ്റ്റ് ഫൈറ്റാണ് അവരുടെ പപ്പയായിട്ട് ചേർന്നുണ്ടാക്കിയത്. പക്ഷെ ആ ഒരു ഫൈറ്റിൽ യാതൊരു തെറ്റും സംഭവിച്ചിട്ടില്ല. ദയവ് ചെയ്ത് എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കി തരണം, എനിക്ക് നിങ്ങളോട് യാതൊരു ദേഷ്യവും ഇല്ല. പക്ഷെ അവർക്ക് 3 പേർക്കും ഇപ്പം മൈഗയോട് ഒടുങ്ങാത്ത പകയാണ്. അവരുടെ അച്ഛനെ അടിച്ചു തോൽപ്പിച്ചതിലുള്ള പക കയറി നിൽക്കുകയാണ് അവർ 3 പേരും. അവര് കൈ ചുരുട്ടി സ്ട്രെങ്ത് എടുത്ത് ഇപ്പൊ മൈഗയെ നേരിടാനായിട്ട് റെഡിയായിട്ട് നിൽക്കും. കട്ട് ചെയ്ത ഇവിടെ ലീ ആവട്ടെ, അവൻ ഭയങ്കര ഹാർഡായിട്ട് ഇപ്പൊ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവൻ എന്താ ചെയ്യണേന്ന് ഇപ്പൊ സാക്കുറ ആവട്ടെ പുറത്തുനിന്ന് നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ലീ അങ്ങനെ തന്നെ ഇപ്പൊ അവന്റെ കൈ ചുരുട്ടി ചുമരിലിടിച്ച് കാലുകൊണ്ട് എക്സസൈസ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ സാക്കുറ അതുകൊണ്ട് ടെൻഷനായിട്ട് ഇവൻ വീണ്ടും വീണ്ടും ഇതന്നെ ചെയ്യാണല്ലോ, ഇങ്ങനെ പോയാൽ തീർച്ചയായിട്ടും കുഴപ്പമാവെന്ന് പറഞ്ഞ് അവൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ കറക്റ്റായിട്ട് ലീ ആവട്ടെ അവളിപ്പോൾ കണ്ടുപിടിക്കും. അതിനവൾ ചിരിച്ചിട്ട്, ഹായ് ഹലോ, ഞാൻ വെറുതെ നിന്റെ പ്രാക്ടീസ് ഒക്കെ കാണാനായിട്ട് വന്നതാണെന്ന് അവനോട് പറയും. അതിനവൻ പറയും, അങ്ങനെ വെറുതെ നീ എൻ്റെ പ്രാക്ടീസ് കാണാൻ വരില്ല, സത്യം പറ എന്താ കാര്യം, അത് പറഞ്ഞാലേ ഞാൻ നിന്നെ വിടുള്ളൂ എന്ന് പറയുമ്പോൾ വേറെ വഴിയില്ലാതെ ഇപ്പൊ എല്ലാ കാര്യവും സാക്കുറ അവനോട് പറയും. ഇവിടെ കുട്ടപ്പനും ടീംസും മൈഗയുടെ അടുത്തെത്തുമ്പോൾ ആ ഒരു 3 വില്ലന്മാരെ കാണും. നെജി അവന്റെ വ്യാഹു കണ്ണുപയോഗിച്ച് ചെക്ക് ചെയ്യുമ്പോൾ ആ ഒരു വീടിന്റെ ഉള്ളില് മൈഗൈ കുടുങ്ങിക്കിടക്കുന്നതായിട്ട് അവനിപ്പോ കാണും. ഇതാര് തുറക്കും, എങ്ങനെ തുറക്കും? ഈ കൂടാരം മുഴുവൻ ചക്ര പവർ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല അതിൻ്റെ ഉള്ളിൽ കിടന്ന് മൈഗൈ ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് നെജി കുട്ടപ്പനോട് പറയും. അതിന് കുട്ടപ്പൻ പറയും, പേടിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് ആ വില്ലന്മാരെ അടിച്ചു തെറിപ്പിച്ച് മൈഗയെ പുറത്തു കൊണ്ടുവരാം. ടെൻടൺ ആ വില്ലന്മാരുമായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ അവർ ഒരുപാട് ഡെമ്മീസിനെ ഇപ്പം നമ്മുടെ ആൾക്കാർക്ക് ചുറ്റുമായിട്ട് അങ്ങനെ നിരത്തി നിർത്തും. വാവ്, ഒരുപാട് ഡെമ്മീസ്, ഇതെനിക്ക് വളരെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് കുട്ടപ്പൻ അതിനെ ഇടിക്കാൻ പോകുമ്പോൾ നെജി ആവട്ടെ വേണ്ട വേണ്ട അതിനെ ഇടിക്കരുതെന്ന് പറഞ്ഞ് കുട്ടപ്പനെ വിലക്കാൻ തുടങ്ങും. ആ ഒരു ഡെമ്മി അങ്ങനെ തിരിഞ്ഞിട്ട് ഇപ്പൊ കുട്ടപ്പന്റെ മോന്തക്കെട്ട് തന്നെ ഒരു കുത്തു വെച്ച് കൊടുക്കും. നെജി വീണ്ടും അവന്റെ വ്യാഹു കണ്ണുവെച്ച് ചെക്ക് ചെയ്യുമ്പോഴായിരിക്കും ആ ഡെമ്മികളുടെ പുറകിലായിട്ട് ഒരു പേപ്പർ ഒട്ടിച്ച് വെച്ചതായിട്ട് അവൻ കാണാം. തീർച്ചയായിട്ടും ഈ പേപ്പറിന്റെ പവറിലാണ് ഇവരെല്ലാം നമ്മളെ അറ്റാക്ക് ചെയ്യുന്നത്. ഡെമ്മീസിന്റെ പുറകിലുള്ള ആ പേപ്പർ അത് കീറിക്കളഞ്ഞാൽ തീർച്ചയായിട്ടും ഇവയെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. അത് കേൾക്കേണ്ട താമസം കുട്ടപ്പനാവട്ടെ അവന്റെ ക്ലൗൺസിനെ ഇറക്കി ഒന്നൊന്നായിട്ട് ആ പേപ്പറുകള് ഇപ്പൊ കീറിക്കളയാൻ തുടങ്ങും. നെജിയും ടെൻടണും അവരെ കൊണ്ട് കഴിയുന്ന പോലെ ഫൈറ്റ് ചെയ്ത് ഓരോ ഡെമ്മീസിനായിട്ട് തെറിപ്പിച്ച് കളഞ്ഞുകൊണ്ടേയിരിക്കും. അത് കാണുമ്പോൾ വില്ലന്മാർക്ക് മനസ്സിലാവും ഇങ്ങനെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ തോറ്റുപോകുമെന്ന്. അവരൊടനെ ആ ഒരു എക്യുപ്മെന്റ്സിന്റെ കൺട്രോള് അവരുടെ കയ്യിലെടുത്ത് നമ്മുടെ ആൾക്കാരെ ഓരോരുത്തരെയായിട്ട് ഇപ്പൊ തല്ലിക്കൊല്ലാൻ തുടങ്ങും. അത് മനസ്സിലാക്കിയ നമ്മുടെ ആൾക്കാരാവട്ടെ കുറച്ച് ടെൻഷനായിട്ട് ഇപ്പൊ അങ്ങനെ ഒത്തുകൂടും. പേടിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് 3 പേർക്കും ഗ്യാങ് ആയിട്ട് നിന്ന് ഫൈറ്റ് ചെയ്യാന്ന് പറഞ്ഞ് അവർ 3 പേരും ഇപ്പൊ ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കും. അപ്പൊ ആരും അവിടേക്ക് ചാടി വീണ് ആ ഡെമ്മീസ് എല്ലാം തന്നെ ഇപ്പൊ അടിച്ച് പപ്പടമാക്കും. അതാരാണെന്ന് നോക്കിയാ മറ്റാരുമല്ല, സാക്ഷാൽ ലീ. കുട്ടപ്പനും ടീംസും അവനെ കണ്ട് ഷോക്കായിട്ട് നിൽക്കുമ്പോൾ ആ ഒരു ഗ്യാപ്പില് വില്ലന്മാരാവട്ടെ മൈഗൈനെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു വീട് അതിപ്പോ ഒരു കോട്ടയാക്കി തീർക്കും. അതിന് ലീ പറയും,
എന്റെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും എന്റെ മാസ്റ്ററെ ഞാൻ രക്ഷിക്കും. ലീ അവന്റെ വയ്യാത്ത കാലുകൊണ്ട് ഇപ്പൊ കോട്ടയ്ക്ക് നേരെ പാഞ്ഞെടുക്കുന്ന കാണുമ്പോ കുട്ടപ്പനും നെജിക്കും ടെൻടണും ആവട്ടെ അവരുടെ നെഞ്ചിടിപ്പ് അത് കൂടി കൂടി വരും. കുട്ടപ്പനും ടീംസും വിട്ടുകൊടുക്കില്ല. ലീയുടെ കൂടെ തന്നെ ചെന്ന് ഇപ്പൊ അവനെ ഹെൽപ്പ് ചെയ്ത് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. ഇപ്പൊ നമ്മുടെ ലീ ചാടി വീണ് ആ ഒരു കോട്ടയുടെ ഡോർ തകർത്ത് അകത്തേക്ക് വരും. അപ്പോൾ കറക്റ്റ് സമയത്ത് വില്ലന്മാരാവട്ടെ വീണ്ടും ഒരു ഡെമ്മിയെ ലീയുടെ മുൻപിലേക്കിടും. ആ ഒരു വില്ലൻ പറയും, നീ നിന്റെ മാസ്റ്ററും രണ്ടുപേരും പൊട്ടന്മാരാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും യാതൊരു കഴിവുമില്ല. നിനക്ക് നിന്റെ കഴിവ് തെളിയിക്കാൻ അവസാനമായിട്ട് ഞാനൊരു ചാൻസ് തരാം. ഈ ഒരു ഡമ്മിയായിട്ട് നീ ഫൈറ്റ് ചെയ്യുക. ഫൈറ്റിൽ നീ ജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിന്റെ മാസ്റ്ററിനെ ഞാൻ നിനക്ക് വിട്ടുതരും. ആ ഒരു ഡെമ്മി ഓടി വന്ന് ഫൈറ്റ് ചെയ്യുമ്പോൾ ഇപ്പൊ ലീ ആവട്ടെ വണ്ടർ അടിച്ചു പോവും. കാരണം അവന്റെ മാസ്റ്റർ മൈഗൈ ഫൈറ്റ് ചെയ്യുന്ന അതേ സ്റ്റൈലിലാണ് ആ ഒരു ഡെമ്മി ഫൈറ്റ് ചെയ്യുന്നത്. ഇവിടെ മൈഗയും ഏതോ ഒരു ഡെമ്മിയായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഡെമ്മിയുടെ സ്പീഡും ഫൈറ്റും കാണുമ്പോൾ ഇപ്പൊ മൈഗയ്ക്ക് ലീനെ ഓർമ്മ വരും. ഈ ഒരു ഡെമ്മി അതെങ്ങനെ ലീനെ പോലെ ഫൈറ്റ് ചെയ്യുന്നു എന്നവൻ ചിന്തിക്കുമ്പോഴായിരിക്കും ദൂരത്തായിട്ട് ആ ഒരു വില്ലനെ കാണിക്കുക. ആക്ച്വലി ആ ഒരു വില്ലൻ ഇവരുടെ രണ്ടുപേരുടെയും ഫൈറ്റ് ഓരോരോ ഡെമ്മിയിലേക്ക് റിഫ്ലക്ട് ചെയ്യിപ്പിച്ച് ഇപ്പൊ പരസ്പരം അവരെ കൊണ്ട് തന്നെ ഫൈറ്റ് ചെയ്യിപ്പിക്കുകയാണ്. ലീ ഉടനെ വേറെ വഴിയില്ലാതെ അവന്റെ കയ്യിലെ കെട്ടഴിച്ച് ഇപ്പൊ ആ ഒരു ഹിഡൻ ലോട്ടസ് ജിപ്സു അത് തന്നെ എടുക്കാൻ റെഡിയാവും. അപ്പൊ അതേ സമയത്ത് മൈഗയുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ആ ഒരു ഡെമ്മി ആവട്ടെ അതിന്റെ കയ്യിലെ ബാൻഡ് അഴിച്ച് ഇപ്പൊ ലോട്ടസ് ചിപ്സ് എടുക്കുന്നതായിട്ട് നമ്മുടെ മൈഗൈ കാണും. അപ്പോഴാണ് ഇപ്പൊ മൈഗൈക്ക് മനസ്സിലാവുക അവൻ ലീന്റെ ഫൈറ്റ് അത് റിഫ്ലക്ട് ചെയ്യിപ്പിച്ചിട്ടാണ് ഇപ്പൊ താനുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഓപ്പോസിറ്റ് എന്റെ ശിഷ്യൻ ലീ തന്നെയാണ്. അപ്പൊ കറക്റ്റായിട്ട് ഇപ്പൊ ലീ ആവട്ടെ ലോട്ടസ് ചിപ്സ് ഉപയോഗിച്ചുകൊണ്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ മൈഗൈ കറക്റ്റായിട്ട് അവനെ തടയും. അപ്പോഴായിരിക്കും നമ്മുടെ ലീക്ക് മനസ്സിലാവുക ഓപ്പോസിറ്റ് ഉള്ളത് വില്ലനല്ല മറിച്ച് മൈഗൈ ആണെന്ന്. മൈഗൈ ഒട്ടനെ അവന്റെ കയ്യിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പൊ ലീ ആയിട്ട് സംസാരിക്കാൻ തുടങ്ങും. ഒന്നും മിണ്ടരുത്, ഞാൻ പറയുന്ന മാത്രം കേൾക്കണം. ഇപ്പൊ നമ്മൾ രണ്ടുപേരുമാണ് പരസ്പരം ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ മുൻപോട്ട് ഫൈറ്റ് ചെയ്താൽ അത് വലിയ ആപത്താണ്. പക്ഷെ ഫൈറ്റ് ചെയ്യാതിരുന്നാല് അത് തീർച്ചയായിട്ടും ആ വില്ലന്മാർക്ക് മനസ്സിലാവും. അപ്പൊ ലീക്ക് ഇപ്പൊ മൈഗൈ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് കറക്റ്റായിട്ട് പിടികിട്ടും. അവർ രണ്ടുപേരും അവരുടെ വെയിറ്റ് റിലീസ് ചെയ്ത് ഇപ്പൊ നല്ല സ്പീഡില് റൊട്ടേറ്റ് ചെയ്ത് അടിക്കാൻ തുടങ്ങും. അവരുടെ സ്പീഡും റൊട്ടേഷനും ഫൈറ്റും കാരണം ആ ഒരു ഡെമ്മികള് ഇപ്പൊ പതിയെ പതിയെ തകരാനായിട്ട് ആരംഭിക്കും. മാത്രമല്ല പവർ വളരെ കൂടുതലായതുകൊണ്ട് ഇപ്പൊ വില്ലന്മാർക്ക് ആ ഒരു ഡെമ്മികളെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അങ്ങനെ മാസ്റ്ററും ശിഷ്യനും ഇപ്പൊ ഓരോ ഗേറ്റായിട്ട് തുറന്ന് വിട്ടുകൊണ്ട് തന്നെ ശബ്ദത്തിനും മേലെയായിട്ട് ഫാസ്റ്റില് അവർ രണ്ടുപേരും ഇപ്പൊ സഞ്ചരിക്കാൻ ആരംഭിക്കും. ആ ഡെമ്മികൾ പൊട്ടി അങ്ങോട്ട് തെറിച്ച് അത് റിവേഴ്സ് ആയിട്ട് ആ വില്ലന്മാരുടെ അടുത്തേക്ക് പോകും. ഇവിടെ കുട്ടപ്പനും ടീംസും ആവട്ടെ അവർ പുറത്ത് ബാക്കിയുള്ള ഡെമ്മികളുമായിട്ട് ഇപ്പൊ ഫൈറ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പവർ റിവേഴ്സ് ആയതുകൊണ്ട് തന്നെ അവർക്ക് മനസ്സിലാവും കാര്യം കൈവിട്ടു പോയെന്ന്. അവർ ക്രിയേറ്റ് ചെയ്ത ആ ഒരു കോട്ട തന്നെ തകർന്ന് മാത്രമല്ല പവർ സഹിക്കാൻ കഴിയാതെ ഇപ്പൊ വില്ലനാവട്ടെ അവനിപ്പൊ പതിയെ തളർന്ന് താഴേക്ക് പോവും. അവന്റെ രണ്ട് ബ്രദേഴ്സും ചേർന്ന് ഇപ്പൊ പതിയെ അവനെ തൂക്കിയെടുത്ത് പുറത്തേക്ക് കൊണ്ടുവരും. അവനെ കണ്ട് മൈഗൈ പറയും, നിനക്ക് പ്രതികാരം ഉണ്ടെങ്കിൽ അത് നേരിട്ട് തീർക്കണം. പണ്ട് ഞാനും നിന്റെ പപ്പയായിട്ട് ഫൈറ്റ് ചെയ്തപ്പോൾ പോലും ഞങ്ങൾ വളരെ ഡീസന്റ് ആയിട്ടാണ് ഫൈറ്റ് ചെയ്തത്. അദ്ദേഹം തോറ്റു വീണപ്പോൾ പോലും ചിരിച്ചുകൊണ്ട് മാത്രമാണ് എന്നെ നേരിട്ടത്. നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അന്ന് നടന്നത് ഇത് മാത്രമാണെന്ന് ഇപ്പൊ മൈഗൈ പറയും. അത് കേൾക്കുമ്പോൾ ഇപ്പൊ നമ്മുടെ വില്ലന് അവൻ ഒരുപാട് വിഷമം തോന്നും. ഒരുപക്ഷെ അച്ഛൻ വീണ്ടും വീണ്ടും മൈഗയുടെ പേര് പറഞ്ഞത് ഒരിക്കൽ കൂടെ മൈഗയുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയായിരിക്കാം. അവൻ കുറ്റബോധത്തിൽ തല താഴ്ത്തുമ്പോൾ ഇപ്പൊ മൈഗൈ പറയും, നമുക്ക് എത്രയൊക്കെ ലക്കുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു മനസ്സ് വേണം. അതുണ്ടെങ്കിൽ നമുക്ക് എന്തും നേടിയെടുക്കാൻ കഴിയുമെന്ന് മൈഗൈ പറയും. അപ്പൊ അതേ സമയത്ത് ഇപ്പൊ സാക്കുറ ആവട്ടെ മെഡിക്കൽ ടീംസുമായിട്ട് ഓടി വരുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.